അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ന്യൂ ഇയർ സ്പെഷ്യൽ റെസിപ്പിയാണിത്. അപ്പോൾ വളരെ എളുപ്പം വീട്ടിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്പൈസി മയോ ചിക്കൻ സാൻഡ്വിച്ചാണ് നമ്മളിന്ന് ചെയ്യുന്നത്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് ഞാൻ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. കാച്ചിയ പാലാണ്. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കൂടി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. 3/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയാണ്. 2 എണ്ണം ഉണ്ട്. 2 അല്ലി വെളുത്തുള്ളിയാണ്. ഒരു 3/4 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്തു. കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്തു ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഹാൻഡ് മിക്സർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹാൻഡ് മിക്സർ കൊണ്ട് ചെയ്തത്. നിങ്ങളെ വീട്ടിൽ സാധാരണ മിക്സി ആണെങ്കിൽ പൾസ് സ്പീഡിൽ ഇട്ടിട്ട് ഒരു 10 വട്ടം ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. മയോണൈസ് കുറച്ച് തിക്കായിട്ടാണ് ഈ സാൻഡ്വിച്ചിന് വേണ്ടത്. അടുത്തായിട്ട് ഇത് 200 ഗ്രാം ചിക്കനാണ്. ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനാണ്. പിന്നെ ഒരു സവാളയാണിത്. പിന്നെ ക്യാപ്സിക്കവും ക്യാരറ്റും ക്യാബേജുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുത്തതാണിത്. കുക്കറിലിട്ട് 2 വിസിൽ കളഞ്ഞ ചിക്കനാണിത്. ഞാൻ മഞ്ഞൾപ്പൊടിയും ചില്ലി പൗഡറും ഉപ്പും വെച്ചിട്ടാണ് ചിക്കനിൽ മിക്സ് ചെയ്തത്. അതിനുശേഷം നമുക്ക് പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 1/2 ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാരറ്റും പിന്നെ ഒരു 3-4 ലീഫ് ക്യാബേജുമാണ്. എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് ഒറിഗാനോ ലീഫാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ഹെർബാണ് ഒറിഗാനോ. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് മയോണൈസാണ്. ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു സ്പൈസി മയോണൈസാണ് ആഡ് ചെയ്യുന്നത്. നമ്മളുണ്ടാക്കിയ ഫുൾ മയോണൈസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ്. 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. അടുത്തതായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു പാൻ ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഒരു സ്ലൈസ് ബ്രെഡ്, അതിലേക്ക് ഒരു സ്ലൈസ് ചീസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ചിക്കൻ മിക്സ്ചർ വെക്കുകയാണ്. എല്ലാ സ്ഥലത്തേക്കും ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അതിന് മുകളിൽ ഒരു സ്ലൈസ് ബ്രെഡും കൂടി പ്ലേസ് ചെയ്യാം. എനിക്ക് വലിയ സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെറിയ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെറിയൊരു കഷ്ണം ബട്ടർ പാനിലേക്ക് ബ്രഷ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും എത്തത്തക്ക രീതിയിൽ ബ്രഷ് ചെയ്യാണ്. ബട്ടറിൽ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക സാൻഡ്വിച്ച്. ഞാൻ സാൻഡ്വിച്ച് പ്ലേസ് ചെയ്തു. ഈ ചീസ് മെൽറ്റ് ചെയ്യാനുള്ള സമയം കൊടുത്താൽ മതി. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്, ചീസിൻ്റെയും ബട്ടറിൻ്റെയും എല്ലാം. നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് അടുത്ത സൈഡൂടെ നന്നായിട്ട് മൊരിച്ചെടുക്കാം. സാധാരണ പാനിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഗ്രിൽ പാൻ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. കാണാനൊരു ഭംഗിയാണ് ഗ്രിൽ പാനിൽ ചെയ്താൽ. അപ്പം നമ്മളുടെ ഡിഷ് റെഡി ആയി കഴിഞ്ഞു.
നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ഒക്കെ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.